ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു ബോക്സി ടൈപ്പിൽ ആർക്കിടെക്ചറലായി പണിതിരിക്കുന്ന കിഴക്കോട്ട് ദർശനത്തോടു കൂടി വരുന്ന ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. മനോഹരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമാണ് വീടിന് വരുന്നത്. വീതിയുള്ള 4 മീറ്ററോളം വീതി വരുന്ന ടാറിംഗ് റോഡിന് മുന്നിലായാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിലും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റും വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഡെഡിക്കേറ്റായി വരുന്ന വലിപ്പമുള്ള ഒരു കാർപോർച്ച് ഏരിയ കാണാം. അത് ഫുൾ കവേർഡായിട്ട് വരുന്നതാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇൻ്റർലോക്ക് കട്ടയാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്ത് നിങ്ങളൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി നമുക്കിനി വീടിൻ്റെ അകത്ത് കൂടി വിശദമായിട്ട് കാണാവുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയെല്ലാം ഒരു ഔട്ട്ഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാനുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണെങ്കിൽ ഡോറിൻ്റെ ദർശനം കൊടുത്തിരിക്കുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്. മനോഹരമായ വലിപ്പമുള്ളൊരു ഡോറ് തന്നെയാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർക്കിടെക്ചറൽ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു വുഡൻ ടൈലും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു പോർഷൻ കവർ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ വിൻഡോയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ UPVC വിൻഡോയാണ് ഫുള്ളായി കവർ ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു TV യൂണിറ്റാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. മനോഹരമായ ഒരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഏകദേശം 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളോ അങ്ങനെ അഡീഷണൽ ആയിട്ട് വരുന്ന മറ്റുള്ള ആർട്ടിഫിഷ്യൽ വർക്കുകളോ ഒന്നും ചെയ്യാതെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് ഇനി ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് പോകാം. അവിടെയും സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുൾ കവേർഡായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു കോർട്ട്യാർഡ് സ്പേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെല്ലാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നിർമ്മാണം. മനോഹരമായി തന്നെയാണ് കിച്ചൺ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഓപ്പൺ ഡേ കവാട ഭാഗത്ത് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു മാറ്റ് ഫിനിഷിലാണ് ഇവിടെ കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. അത് മൾട്ടിവുഡിൽ തന്നെയാണ്. വലിപ്പമേറെ വിൻഡോയാണ് ഇവിടെ കിച്ചണിലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. കിച്ചണിൻ്റെ പുറത്തായി വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ ഒരു ബെഡ്റൂമാണ് ലഭിക്കുക. ഈ ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത വിൻഡോ തന്നെയാണ്. എല്ലാ ഭാഗത്തും വലിപ്പമേറിയ വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചവും എയർ സർക്കുലേഷൻ എല്ലാം കിട്ടുന്ന രീതിയിൽ മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിൻ്റെ ഡോറായി യൂസ് ചെയ്തിരിക്കുന്നത്. വലിപ്പമേറിയ ഒരു ബാത്റൂം നമുക്ക് കാണാം. സീലിംഗ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറും നമുക്ക് കാണാം.
ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത സ്റ്റെയർ കേസ് തന്നെയാണ്. ജിയുടെ പൈപ്പിലാണ് ഈ സ്റ്റെയർ കേസ് ഫുള്ളായി നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ വുഡ് കൊണ്ടുള്ള ഫ്ലോറിങ്ങും കൊടുത്തിട്ടുണ്ട്. മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വുഡ് ട്രീറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും അതിനൊരു കേടുപാട് സംഭവിക്കാതെ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ വലിപ്പമേറിയ ഒരു വിൻഡോ നമുക്ക് കാണാം. ഒരു ഹോളിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നെത്തി നിൽക്കുന്നത്. വിശാലമായൊരു ഹോള് തന്നെ ഒന്നാമത്തെ നിലയിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയായി നമുക്ക് 2 ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭിക്കുക. നമുക്ക് ഇനി നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. നേരെ കാണുന്ന ഈ ഭാഗത്ത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ മോഡലിൽ തന്നെ ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഒരു ബേ വിൻഡോ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കബോർഡ് വർക്കും നമുക്ക് കാണാം. ഇവിടെ ഒരു സിറ്റിങ്ങിനായിട്ടുള്ളൊരു പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ലഭിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമേറിയ ഒരു ബാത്റൂം ഈ ബെഡ്റൂമിനും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് സ്റ്റെപ്പ് കയറി വരുന്ന നേരെ കാണുന്ന ഈ ഒരു പോർഷനിലാണ്. ഈ ബെഡ്റൂമിന് ഏകദേശം 15 അടി നീളം ലഭിക്കുമ്പോൾ വീതി ലഭിക്കുന്നത് 10 അടി വീതിയാണ്. ഇതിനും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും ലഭിക്കുന്നുണ്ട്. മനോഹരമായ ബാത്റൂം തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ വിലയും മറ്റുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 3.400 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 68 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.